ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ലൈനാണ്, ഒരു സിമ്പിൾ ലൈൻ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ലൈൻ ആ ലൈൻ്റെ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. ആ ലൈൻ്റെ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. ഞാനൊരു പോയിന്റ് എടുത്തു, ഒരു റാൻഡം പോയിന്റ്, എവിടെയുള്ളൊരു പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഉള്ളൊരു പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പോയിന്റിൽ നിന്ന് ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലൈനാണോ ഡിസ്റ്റൻസ്? ഈ ലൈനാണോ ഡിസ്റ്റൻസ്? അല്ല. ഈ ലൈനാണോ ഡിസ്റ്റൻസ്? അല്ല. ഈ ലൈനാണോ ഡിസ്റ്റൻസ്? അല്ല. നിങ്ങൾ ഫിസിക്സിലെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. ഒരു പോയിന്റ് നിന്ന് ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ആലോചിക്കരുത്. നിങ്ങൾ നിൽക്കുന്ന റൂം, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ, നിങ്ങളെ മുന്നിലുള്ള നിങ്ങളെ ചുമരിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ? നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിങ്ങളുടെ ചുമരിലേക്ക് ഡിസ്റ്റൻസ് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ആ കോർണറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണോ പറയുക? ചുമരിന്റെ ആ കോർണറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണോ പറയുക? അല്ലെങ്കിൽ ചുമരിലേക്ക് അങ്ങനെ ചേർന്നിട്ടുള്ള ഡിസ്റ്റൻസ് ആണോ പറയുക? അല്ല, നേരെ കുത്തനുള്ള ഡിസ്റ്റൻസ് അല്ലേ. സെയിം തിങ് അപ്ലൈസ് ഹിയർ. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് ആ ലൈനിലേക്കുള്ള കുത്തനുള്ള ഡിസ്റ്റൻസ് ആണ്. ഐ മീൻ പെർപെൻഡിക്കുലർ ലൈനിന്റെ ലെങ്ത് ആണ്. കുത്തനെ ആക്കണം 90 ഡിഗ്രിയിൽ പോകുന്ന ആ ലൈൻ ആണ് ഡിസ്റ്റൻസ്. ആ പോയിന്റിൽ നിന്ന് ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഡി. ആ ലൈനെ നമ്മൾ ഡി എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഡിന്റെ ലെങ്ത്, ആ ലൈനിന്റെ ലെങ്ത്, അതിന്റെ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അറിയണം? മോഡുലസ് ഓഫ് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് x1, y1 ആണെന്ന് വിചാരിക്കാം. ആ പോയിന്റ് കോർഡിനേറ്റ്സ് x1, y1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഈ ഇക്വേഷനിലില്ലേ, ഇക്വേഷൻ ശ്രദ്ധിക്കണം, അപ്പുറത്ത് 0 അല്ലെന്ന് ഉറപ്പ് വരുത്തണം. ആണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. അപ്പുറത്ത് 0 അല്ലെന്ന് ഉറപ്പ് വരുത്താം. അല്ലാണ്ട് അപ്പുറത്ത് ഇപ്പം 4 ഉണ്ട്, ഇവിടെ എങ്ങനെയുണ്ട് എങ്കിൽ അങ്ങനെ എഴുതരുത്. അതായത് ഇപ്പുറത്ത് 0 ആക്കിയിട്ട് എല്ലാ സാധനങ്ങളെയും അപ്പുറത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, എന്നിട്ട് അപ്പുറത്ത് RHS 0 ആക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഉള്ള എന്താണോ അത് എഴുതുക. അതിൽ എക്സിനും വൈക്കും പകരം x1ഉം y1ഉം റെസ്പെക്റ്റീവ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ax1 പ്ലസ് by1 പ്ലസ് സി എന്ന് വരും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ 3x പ്ലസ് 2y പ്ലസ് 4 ഈക്വൽ ടു 0 ആണെങ്കിൽ, ഈ പോയിന്റ്സ് 4ഉം 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 ഇൻറ്റു എക്സ് 3 ഇൻറ്റു 4 12 പ്ലസ് 2 ഇൻറ്റു വൈ 2 ഇൻറ്റു 2 4 പ്ലസ് 4, അതിൻ്റെ മോഡുലസ് ആണ് ഇത് വരിക, ന്യൂമറേറ്റർ. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാവും. നോക്കുക, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ ലൈൻ തന്നിട്ടുണ്ട്. ഏതാ ലൈൻ? 3x മൈനസ് 4y മൈനസ് 26 ഈക്വൽ ടു 0 ആണ് അല്ലേ? പോയിന്റ് ഇതാണ്. ഏതാ പോയിന്റ്? 3, -5. ഈ പോയിന്റിൽ ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഞാനിവിടെ വരച്ച വളഞ്ഞു ചോദിക്കാം, ഒന്നും നിങ്ങൾ നോക്കണ്ട. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആലോചിക്കുക, ഇവിടെ x1 y1 എന്ന് പറഞ്ഞാൽ എന്താ? x1 എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള പോയിന്റ് x കോർഡിനേറ്റ് 3 ആണ്. y1 എന്ന് പറഞ്ഞാൽ എന്താ? തന്നിട്ടുള്ള പോയിന്റ് y കോർഡിനേറ്റ് -5 ആണ്. അപ്പോൾ ax1 പ്ലസ് by1 പ്ലസ് c അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ്, നമ്മൾ ഈ ഇക്വേഷനിൽ എക്സിനും വൈക്കും പകരം ഈ വാല്യൂസ്, ഈ രണ്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താ? 3 ഇൻറ്റു എക്സ് അല്ലേ? അപ്പോൾ 3 ഇൻറ്റു എക്സ് എന്താ? 3 മൈനസ് പിന്നെ എന്താ? 4 ഇൻറ്റു വൈ എന്താ? -5 മൈനസ് 26 അതിന്റെ മോഡുലസ്. ax1 പ്ലസ് മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c എന്ന് പറഞ്ഞതാ 3 ഇൻറ്റു 3 മൈനസ് 4 ഇൻറ്റു -5 മൈനസ് 26 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ റൂട്ട് ഓഫ് a എന്താ? 3. a എന്ന് പറഞ്ഞാൽ എന്താ നോക്ക്? ഇക്വേഷൻ a എന്ന് പറഞ്ഞാൽ എന്താ നോക്ക്? ഇക്വേഷൻ a എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ കോഫിഷ്യന്റ്, b എന്ന് പറഞ്ഞാൽ വൈന്റെ കോഫിഷ്യന്റ്. അപ്പോൾ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പറഞ്ഞാൽ ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റ് 3 ആണ്. 3 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈൻ്റെ കോഫിഷ്യന്റ് -4 ഹോൾ സ്ക്വയർ. സോ ദാറ്റ്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 3 ഇൻറ്റു 3 എന്താ? 9.
9 പിന്നെ -4 ഇൻറ്റു -5 മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് 4 5 20 -26 ഡിവൈഡഡ് ബൈ അല്ലെ 3 9 4 5 20 -26 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ -4 ഇൻറ്റു -4 പ്ലസ് ആണ് വരിക പ്ലസ് 16 ആണ് വരിക അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 69 പ്ലസ് 4 16 3 25 25 ഓക്കെ അല്ലേ സോ ദാറ്റ്സ് ഈക്വൽ ടു 20 പ്ലസ് 20 20 പ്ലസ് 9 29 29 മൈനസ് 26 എത്രയാ 3 മോഡുലസ് ഓഫ് 3 ബൈ റൂട്ട് 25 5 ആണ് അപ്പോൾ മോഡുലസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ പോസിറ്റീവ് വന്നാൽ അതിനെ പോസിറ്റീവ് ആക്കി തന്നെ എഴുതിയാൽ മതി മോഡുലസ് ഒക്കെ ചുമ്മാ ഒഴിവാക്കിയാൽ മതി നെഗറ്റീവ് വന്നാൽ അതിനെ പോസിറ്റീവ് ആക്കി മാറ്റണമെന്നേ ഉള്ളൂ മോഡുലസിന്റെ എന്താ പറയുക മോഡുലസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് 3 ആണെങ്കിൽ അത് മോഡുലസ് ചുമ്മാ ഒഴിവാക്കുക 3/5 3/5 എന്ന് എഴുതിയിട്ട് യൂണിറ്റ്സ് എന്ന് എഴുതിക്കളി കേട്ടോ 3/5 യൂണിറ്റ്സ് ഡിസ്റ്റൻസ് അല്ലേ ഇതാണ് ഡിസ്റ്റൻസ് ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ ചിലപ്പോൾ നിങ്ങൾക്ക് ഹാഫ് ഇയർലി എക്സാമിൽ കാണാൻ പറ്റും ഓക്കെ അല്ലേ മക്കളെ സോ ദാറ്റ്സ് ഓൾ ബൈ